നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫുഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പോൾ അരിയുണ്ട ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് അരി തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അരി 1 ഗ്ലാസ്സാണ് ഇവിടെ എടുക്കുന്നത്. ഞവര അരി ഇരുന്നതുകൊണ്ട് അതാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അരി ഏതാണോ അതെടുക്കാം. അമ്പിളും ഇതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഈ ഞവര അരിയാണ്, അതായത് തവിട് കൂടിയ അരിയാണ്. ഒരുപാട് പോഷകാഹാരങ്ങൾ നിറഞ്ഞതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് വേണ്ടത് 1 കഷ്ണമാണ്. അത് നമുക്ക് ചെറുതായി ഒന്ന് ചതച്ച് 1 ഗ്ലാസ് വെള്ളത്തിൽ, 1 ഗ്ലാസ് വെള്ളം വേണ്ട കേട്ടോ, കാരണം വെള്ളം കൂടിപ്പോയി നമ്മളെടുത്തപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പരുവത്തിന് നിങ്ങളെടുത്താൽ മതി. നിങ്ങളുടെ അരി എടുക്കുന്ന അളവിന് ശർക്കര എടുക്കണം. ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്കാണ് ഇത്രയും ശർക്കര എടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ ഉരുകാൻ വയ്ക്കണം. ഉരുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും. നമ്മളിപ്പോൾ ഇത് ഉരുകാൻ വയ്ക്കുന്നതാണ് വീഡിയോ കാണുന്നത്. ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്കിനി അരി വറുത്തെടുക്കണം. ആദ്യം ചീനിച്ചട്ടി ചൂടായതിന് ശേഷം അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ കഴുകിയ അരി ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് വറുത്തെടുക്കേണ്ടത്. നമ്മൾ ആദ്യമായിട്ടാണ് അരിയുണ്ട വീട്ടിലുണ്ടാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായിരുന്നു പതിവ്. ശർക്കര തിളച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചില തെറ്റുകുറ്റങ്ങളൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. അരി നമ്മൾ ചവയ്ക്കുമ്പോൾ കറുമുറ ആവുന്ന ചവയ്ക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ലേ, അതാണ് പരുവം. ഇപ്പോൾ ആ അരി നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ ഫാനിൻ്റെ മൂട്ടിൽ വെച്ച് തണുക്കാനായി മാറ്റി വെച്ചു. അതിനുശേഷം അരി വറുത്ത് അതേ പാത്രത്തിൽ തന്നെ തേങ്ങയും നമ്മൾ വറുക്കാനായി എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ അരിയുണ്ട ഉണ്ടാക്കുന്നത്. എന്താവുമെന്ന് അറിയത്തില്ലായിരുന്നു. ഇതാ ഈ ഒരു പരുവമായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറിൽ കിട്ടണം. നമ്മുടെ ശർക്കര പാനി ആയിട്ടുണ്ട്. അരിച്ചെടുക്കണം കേട്ടോ, കാരണം കൊത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അരിച്ചെടുക്കണം. ഈ കാണുന്ന ഇത്രയും ശർക്കര നമുക്ക് വേണ്ടി വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ തേങ്ങ അതിൻ്റെ ഒരു മൂക്കാറായിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കണം. തീ ആദ്യമൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വരണ്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ തീ ആക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അതിനുശേഷം കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ അരി നേരത്തെ ആയത് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ആദ്യം എല്ലാം കൂടെ ഒരുമിച്ച് ജാറിലിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയിലെ ജാറ് ചെറുതായതുകൊണ്ട് എല്ലാം കൂടെ ഒത്തു പൊടിക്കാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ ചെറിയൊരു തരി വരുന്ന രീതിയിൽ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന ഇത്രയും അളവിനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അല്പം ചതച്ച ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 1 നുള്ളി ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദുപ്പാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഉപ്പാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർക്കാം. 1 നുള്ളേ ചേർക്കാവൂ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ നമുക്ക് വരണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ശർക്കര പാനിയോ ചേർക്കുന്നുണ്ട്. അളവ് എല്ലാം കൂടെ ഒരുമിച്ച് വീഴ്ത്തരുത്. കുഴയ്ക്കാൻ നമുക്ക് ഉരുട്ടാൻ പരുവത്തിന് നമുക്ക് കിട്ടിയാൽ മതി. നമ്മൾ 2 തവണയായിട്ടാണ് കേട്ടോ ശർക്കര പാനിയം വീഴ്ത്തിയത്. നല്ല സോഫ്റ്റ് ആയിരുന്നു നമ്മുടെ ഈ അരിയുണ്ട. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കല്ല് പോലെയല്ലേ ഇരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതായിരുന്നു. അല്പം നെയ്യും കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അരിയൊക്കെ വറുക്കാൻ എടുത്തില്ലേ, അതിൽ വെച്ച് തന്നെയാണ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളെടുത്ത അരിയും തേങ്ങയും ശർക്കരപ്പാനിയും എല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഈ കാണുന്നത് പോലെയാണ് എടുക്കേണ്ടത്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ അരിയുണ്ടയാണിത്. എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഇവർക്ക് തന്നെ കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എടുത്തോടി അമ്മോ. കൊള്ളാവോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർ ടേസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ ഇരിക്കാം. ചുമ്മാ നിന്ന് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല.
സംഭവം കൊള്ളാം, അതേ ടേസ്റ്റിൻ്റെ രുചിയൊക്കെ. പക്ഷെ ഇച്ചിരി സോഫ്റ്റ് ആയിപ്പോയി. അരികൊണ്ട് നമ്മൾ കഴിക്കുന്ന കട്ടിയല്ലേ ഭയങ്കര. ഇത് കട്ടിക്കൊന്നുമല്ല, കാരണം നമ്മൾ ഈ ശർക്കര ഇച്ചിരി കൂടെ കുറുവിയിട്ട് വേണം വരുന്ന വിധം. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ.